പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 22 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ഓരോ പരീക്ഷകളിലും വർദ്ധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഡെയിലി അപ്ഡേഷൻസ് ആണ്. കറണ്ട് അഫേഴ്സ് ഓരോ പരീക്ഷകളിലും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഉഗാണ്ട എന്ന ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തിന്റെ നാഷണൽ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള അഭേഷ് ശർമ്മയെ നിയമിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ മുൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ ആയിരുന്നു അഭേഷ് ശർമ്മ. അഭേഷ് ശർമ്മയായിരിക്കുള്ളൂ ഉഗാണ്ട നാഷണൽ ടീമിന്റെ ഹെഡ് കോച്ച്. വരാൻ പോകുന്ന വേൾഡ് T20 വേൾഡ് കപ്പിലേക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഉഗാണ്ട ടീം. ഈയടുത്താണ് ഉഗാണ്ട ടീം വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഉഗാണ്ട ടീം വേൾഡ് കപ്പിൽ ക്വാളിഫൈ ആകുന്നത്. ഇതനുസരിച്ചാണ് ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള അഭേഷ് ശർമ്മയെ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അഭേഷ് ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ A ടീമും അതുപോലെ തന്നെ ഇന്ത്യ 19 ഫീൽഡിംഗ് കോച്ച് ആയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അഭേഷ് ശർമ്മ. ഉഗാണ്ട എന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉഗാണ്ട കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ആണ് കമ്പാല. കറൻസി ഉഗാണ്ടൻ ഷില്ലിംഗ്. 2024 ഏപ്രിൽ 26 തിരഞ്ഞെടുപ്പിനായി കേരളത്തിലെ ഏത് ജില്ലാ ഭരണകൂടമാണ് തിരഞ്ഞെടുപ്പ് പ്രമേയമായ ഓട്ടംതുള്ളൽ അവതരണം പുറത്തിറക്കിയത്? ഇടുക്കി ജില്ല. വരാൻ പോകുന്ന ഏപ്രിൽ 26 കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ ആണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസും ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇടുക്കി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഇലക്ഷൻ തീം ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒന്നാണ് ഓട്ടംതുള്ളൽ എന്ന റിപ്രസന്റേഷൻ. ഓട്ടംതുള്ളലിനെ ആസ്പദമാക്കിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു തീം ആണ് മറക്കാതിരിക്കൂ, മനസ്സിൽ കുറിക്കൂ എന്ന ഒരു തീം. ഓരോ ഡിസ്ട്രിക്റ്റിലും ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ഓരോ തീംസ്. ഓട്ടംതുള്ളൽ ആസ്പദമാക്കിയിട്ട് തീം പുറത്തിറക്കിയിട്ടുള്ള ഡിസ്ട്രിക്ട് ആണ് ഇടുക്കി. ഇടുക്കിയിലെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ആണ് ശ്രീമതി ഷീബ ജോർജ്. UGC പ്രഖ്യാപിച്ച പുതിയ നിയമങ്ങൾ അനുസരിച്ച് PhD നേടുന്നതിന് ആവശ്യമായ മൊത്തം മാർക്ക് എത്രയായിരിക്കണം? 75%. 2024 ഏപ്രിൽ 21 UGC ചെയർമാൻ ജഗദീഷ് കുമാർ അറിയിച്ചിട്ടുള്ള ഒന്നാണ്. അതായത് UGC പ്രകാരം ഇനി മുതൽ ഡോക്ടറേറ്റ് PhD എടുക്കണമെങ്കിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതിനു മുമ്പാണെങ്കിൽ കേവലം 55% മാർക്ക് മതിയായിരുന്നു. ഒപ്പം തന്നെ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം, മാസ്റ്റർ ഡിഗ്രി വേണം എന്നെല്ലാമായിരുന്നു. എന്നാൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഇനി 4 വർഷത്തെ ഡിഗ്രി മാത്രം മതി. ടോട്ടൽ പറയുമ്പോൾ 75% മാർക്ക് വേണം. ഒപ്പം തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നതാണ്. വരാൻ പോകുന്ന 2024-25 അക്കാഡമിക് ഇയറിലാണ് ഇത്തരത്തിലുള്ള പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അതായത് PhDക്ക് ഇനി 75% മാർക്ക് മാത്രം മതി. 4 years ഡിഗ്രി കോഴ്സ് ആണ് ഇതിന്റെ മാനദണ്ഡം. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആയിട്ടുള്ള ജഗദീഷ് കുമാർ ആണ്. UGC എന്ന ഈ ഓർഗനൈസേഷൻ എന്നാണ് സ്ഥാപിതമായിട്ടുള്ളത്? 1953 ഡിസംബർ 28 UGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് UGC ഫോം ചെയ്തിട്ടുള്ളത്. ഇത് 1953 ഡിസംബർ 28. IRDA അനുസരിച്ച് 1 ഏപ്രിൽ 2024 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? പ്രായപരിധിയില്ല. അതായത് IRDA ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് പ്രകാരം ഇനി മുതൽ ആരോഗ്യ ഇൻഷുറൻസിന് പ്രത്യേകിച്ചൊരു പ്രായപരിധിയില്ല. ഇതിനു മുമ്പ് അത് 65 വയസ്സ് വരെയായിരുന്നു. അതായത് 65 വയസ്സ് വരെ മാത്രമേ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ അതിന് പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഏതൊരു ഏജിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും എന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI അറിയിച്ചിട്ടുള്ളത്. ഇത് 2024 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് ദേബാശിഷ് പാണ്ഡ. 1999 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. 2024 ഏപ്രിൽ 21 നടന്ന ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ്? മാക്സ് വെസ്റ്റാപ്പൻ. ബെൽജിയൻ ഡച്ച് റേസിംഗ് ഡ്രൈവർ ആയിട്ടുള്ള മാക്സ് എമിലിയൻ വെസ്റ്റാപ്പൻ ഫോർമുല 1 2021, 22, 23 ലോക ചാമ്പ്യൻ ആണ്. 4ാമത്തെ വർഷം
അതായത് 4ാമത്തെ വർഷത്തിൽ 2024 5ാമത്തെ ഒരു ഗ്രാൻഡ് പ്രിക്സ് ആണ് ഇപ്പോൾ ചൈന ഗ്രാൻഡ് പ്രിക്സ് നടന്നിട്ടുള്ളത്. ഈ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് മാക്സ് വെസ്റ്റാപ്പൻ. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് മാത്രമേ അദ്ദേഹം പരാജയപ്പെട്ടുള്ളൂ. അതായത് കഴിഞ്ഞ 3 വർഷം ലോക ചാമ്പ്യൻ, 4ാമത്തെ വർഷം ലോക ചാമ്പ്യൻ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാക്സ് വെസ്റ്റാപ്പൻ. മാക്സ് വെസ്റ്റാപ്പന്റെ 5 മത്സരങ്ങളിൽ 4 എണ്ണം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 21-ാം തീയതി ചൈനീസ് ഗ്രാൻഡ് പ്രിക്സും മാക്സ് വെസ്റ്റാപ്പൻ വിജയിച്ചു. റെഡ് ബുളിന്റെ ഫോർമുല 1 റേസിംഗ് ഡ്രൈവർ ആണ് മാക്സ് വെസ്റ്റാപ്പൻ. ഇന്നലെ ഏപ്രിൽ 21 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2032 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. ഇതിന്റെ ഉത്തരം ബ്രിസ്ബെയിൻ. ഓസ്ട്രേലിയയിലെ ഒരു നഗരമാണ് ബ്രിസ്ബെയിൻ. ബ്രിസ്ബെയിനിലാണ് 2032 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഈ വരുന്ന ജൂലൈ 26-ാം തീയതിയാണ് പാരീസിൽ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. 2024 28-ലാണെങ്കിൽ ലോസ് ഏഞ്ചലസ് ആണ്, 32-ലാണെങ്കിൽ ബ്രിസ്ബെയിൻ ആണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഏപ്രിൽ 26-ന് തിരഞ്ഞെടുപ്പിനായി കേരളത്തിലെ ഏത് ജില്ലാ ഭരണകൂടമാണ് തിരഞ്ഞെടുപ്പ് പ്രമേയമായ ഓട്ടംതുള്ളൽ അവതരണം പുറത്തിറക്കിയത്? ഇടുക്കി ജില്ല. UGC പ്രഖ്യാപിച്ച പുതിയ നിയമങ്ങൾ അനുസരിച്ച് PhD നേടുന്നതിന് ആവശ്യമായ മൊത്തം മാർക്ക് എത്രയായിരിക്കണം? 75%. IRDAI അനുസരിച്ച് 1 ഏപ്രിൽ 2024 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? പ്രായപരിധിയില്ല. ഇന്ത്യയിൽ നിന്ന് ആരെയാണ് ഉഗാണ്ട ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിക്കാൻ പോകുന്നത്? അഭയ് ശർമ്മ. 2024 ഏപ്രിൽ 21-ന് നടന്ന ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ്? മാക്സ് വെസ്റ്റാപ്പൻ. ഇന്ന് ഏപ്രിൽ 22. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഓൺ വിച്ച് കോസ്റ്റ് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ ഡു ഒലീവ് റിഡ്ലി സീ ടർട്ടിൽസ് ലേ മോസ്റ്റ് ഓഫ് ദർ എഗ്സ്? ബംഗാൾ ഉൾക്കടലിന്റെ ഏത് തീരത്താണ് ഒലീവ് റിഡ്ലി കടലാമകൾ കൂടുതൽ മുട്ടയിടുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.